കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കെയർ ട്രെയിനിംഗ് ആൻഡ് മെമ്മറി ടെസ്റ്റ് സംഘടിപ്പിച്ചു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊല്ലം അഡീഷണൽ പ്രൊഫസർ, നോഡൽ ഓഫീസർ, മോഡൽ പാലിയേറ്റീവ് കെയർ ഡിവിഷൻ ഡോക്ടർ IP യാദവാണ് പരിപാടി അവതരിപ്പിച്ചത്. ഇതിനോട് അനുബന്ധിച്ച് നടന്ന പൊതുയോഗത്തിൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി N. ശ്രീകണ്ഠൻ നായർ അധ്യക്ഷത വഹിച്ചു. മാമ്പള്ളി GR രഘുനാഥൻ സ്വാഗതം ആശംസിച്ചു. ഇന്ന് ഈ ലോകം തന്നെ പ്രത്യേക സംരക്ഷണയുടെ ആവശ്യം വന്നിരിക്കുകയാണ്. ലോകം പിന്നെ ആ ലോകത്ത് വസിക്കുന്ന ആൾക്കാരുടെ സംരക്ഷണം ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഈ ലോകത്തെ തന്നെ പ്രത്യേകം കരുതലോടുകൂടി സംരക്ഷിച്ച് വളർത്തേണ്ട കാര്യം അവിടുത്തെ ജനങ്ങൾക്കാണ്. അപ്പോൾ ആ ജനങ്ങളെ സംരക്ഷിക്കേണ്ടതാരാണ്? നമ്മൾ പറയും സർക്കാർ സംരക്ഷിക്കണം, ഗവൺമെൻറ് സംരക്ഷിക്കണം എന്നെല്ലാം പറയും. ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാൻ നമ്മൾ ജനങ്ങൾ വേണം, അല്ലേ? ഗവൺമെൻറ് താഴെ വീണ് പോകാതെ കാത്ത് സംരക്ഷിക്കാൻ നമ്മുടെ ജനങ്ങൾ വേണം. ജനങ്ങളെ സംരക്ഷിക്കുമെന്നും പറഞ്ഞ് ഗവൺമെൻറ് സംരക്ഷിക്കുമെന്നും പറഞ്ഞ് ജനങ്ങളിരിക്കും. ലോകം തന്നെ ഇന്ന് പരിസ്ഥിതി കൊണ്ടും യുദ്ധഭീഷണികൾ കൊണ്ടും ടെൻഷൻ കൊണ്ടും സംഘർഷം കൊണ്ടും അസുഖങ്ങൾ കൊണ്ടും ദുഃഖം കൊണ്ടും എല്ലാം വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്, സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം സംരക്ഷിക്കേണ്ടത്, എൻ്റെ കൂടി അഭിപ്രായത്തിൽ പറയുന്നത്, നമ്മുടെ മനസ്സിനെയാണ്. മനസ്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിച്ച് പോകുന്നത്, മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ പോകുന്നത് മനസ്സിൻ്റെ നിർബന്ധം കൊണ്ടാണ്. മനസ്സിനെ ശക്തിശാലിയാക്കിയാൽ പ്രകൃതി സംരക്ഷണവും അതിലൂടെ നടക്കും, ആരോഗ്യ സംരക്ഷണവും നടക്കും, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും ഉണ്ടാവും. അപ്പോൾ മനസ്സ് ശക്തിശാലിയാക്കുക, പോസിറ്റീവാക്കുക, പവർഫുള്ളാക്കുക, ഇത് അടിസ്ഥാനപരമായി ചെയ്യേണ്ടതാണ്. ബാക്കി പുറമേയുള്ള ഒരുപാട് ഭൗതികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയാലും മനസ്സ് ശാന്തി, സന്തോഷം, ആനന്ദം കൈവരിച്ചില്ലെങ്കിൽ പിന്നെ എത്ര സമ്പാദ്യം ഉണ്ടായാലും അത് സ്വാഭാവികമായിട്ട് സുഖത്തോടുകൂടി സന്തോഷത്തോടുകൂടി അനുഭവിക്കാൻ കഴിയില്ല. അത് വ്യക്തം തന്നെയാണ്. പക്ഷേ എത്ര ദാരിദ്ര്യാവസ്ഥയിൽ കിടന്നാലും മനസ്സ് ശക്തിശാലിയാണെങ്കിൽ ആ ദാരിദ്ര്യത്തിലും സന്തോഷം കണ്ടെത്താൻ അവർക്ക് കഴിയും. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റുവൽ സിംഗ് M, ഡോക്ടർ R. ജയചന്ദ്രൻ, സമുദ്ര സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ പ്ലാക്കാട് ശ്രീകുമാർ, സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻ പിള്ള തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് ഡോക്ടർ IP യാദവ് പാലിയേറ്റീവ് കെയർ ട്രെയിനിംഗ് ആൻഡ് മെമ്മറി ടെസ്റ്റിംഗ് എന്ന പരിപാടി അവതരിപ്പിച്ചു. രോഗവും അസുഖവും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. പറഞ്ഞേ, ആരെങ്കിലും അറിയാമോ? നിങ്ങളുടെ അസുഖം സുഖമില്ലായ്മയല്ലേ അസുഖം? അപ്പോൾ ഇവിടുത്തെ സുഖമില്ലായ്മ എന്താണ് പറഞ്ഞോ? വേദന വരപ്പോൾ സുഖം വരുമോ? അസുഖമാണ്. സംശയമല്ലോ ഉണ്ടോ? രോഗം എന്താണ്? പല കാരണങ്ങളും കൊണ്ടാകും ഈ വേദന വരാം. മോൻ പറഞ്ഞ് ഗ്യാസിൻ്റെ അസുഖം കൊണ്ടും വേദന വരാമല്ലോ, വരാം. ഗ്യാസിൻ്റെ അസുഖം കൊണ്ടും വേദന വരാം, അപ്പൻഡിക്സ് കൊണ്ടും വേദന വരാം, കല്ലിൻ്റെ അസുഖം കൊണ്ടും വേദന വരാം. അപ്പോൾ ഈ രോഗത്തെ ചികിത്സിക്കുന്നതോടൊപ്പം നമുക്ക് അസുഖത്തെയും ചികിത്സിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പല ഹോസ്പിറ്റലും പോയപ്പം നിങ്ങൾ കണ്ടു കാണും, അത്യാഹിത വിഭാഗം, ICU, OP എന്നൊക്കെ പറഞ്ഞ് കാണും. ഇതൊക്കെ എന്തിനാ? എല്ലാം ഒരിടത്താക്കിയാൽ പോരായിരുന്നോ? എമർജൻസി ആയിട്ട്. ചേട്ടൻ പറഞ്ഞു എമർജൻസി ആയിട്ട്. നമ്മൾ പല OPകൾ കണ്ടിട്ടില്ലേ? സർജറി OP, മെഡിസിൻ OP കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ രോഗത്തെ കണ്ടുപിടിക്കുന്നതാണ് ഈ OPയിൽ പോകുമ്പോൾ. മനസ്സിലായോ? അവരതിനോടൊപ്പം നമ്മൾ അസുഖത്തിനെയും ചികിത്സിക്കും. ഇപ്പോൾ പനി കൂടിയിട്ട് ICU കിടക്കുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? പനി കൂടിയിട്ട് പ്രഷറും BP കുറഞ്ഞ്, BP കുറഞ്ഞ്, പൾസ് അങ്ങനെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ പെട്ടെന്ന് വേദന കൂടി കാഷ്വാലിറ്റി പോയെന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഒരു അത്യാവശ്യം വരപ്പം നിങ്ങൾ കാഷ്വാലിറ്റി പോകും, അല്ലേ? അപ്പോൾ ആ ഒരു രോഗം കൊണ്ട് നമുക്ക് അത്യാഹിതവും വരാം, ഒരു രോഗം കൊണ്ട് അസുഖവും വരാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രോഗത്തിനാണ് നിങ്ങൾ OPയിലൊക്കെ പോണത്.
ആ രോഗം കാരണം ഒരു ഭയങ്കര എമർജൻസി വരികയാണെങ്കിൽ അത്യാഹത്തിൽ പോകും. ഓക്കെ, വേദനയ്ക്ക് ആര് ചികിത്സിക്കും? മക്കൾ മരണക്കിടക്കിൽ അച്ഛനെ കാണാൻ വന്ന മക്കൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, 2 തരം ആൾക്കാരുണ്ട്. സാറേ അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറതി വന്നില്ല, ഞാൻ ഇനി കയറിപ്പോരുന്നു. വേറൊരാൾ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഇതുണ്ട്, സാറേ എന്നത്തേക്ക് കഴിയും, കാര്യം തിരിച്ചു പോകണം. 2 ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും തമ്മിൽ സാമ്പത്തിൻ്റെ ഒരു പ്രശ്നമില്ല, എഡ്യൂക്കേഷനും വലിയ വ്യത്യാസമൊന്നുമില്ല. ആകെ ഒരേ ഒരു വ്യത്യാസമാണ് നമ്മൾ അവരെ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത്. തിരിച്ചു പോകണം എന്നത്തേക്ക് കഴിയുമെന്ന് ചോദിക്കുന്നവരും, സാറേ അവിടെ ഇരുന്നിട്ട് എനിക്ക് ഇരിക്കപ്പുറത്തി വന്നില്ല. അപ്പോൾ അത് കൂടുതൽ ചോദിക്കാൻ പറയും, ഭാര്യ പറഞ്ഞ് ഇവിടുന്ന് ഈ അമേരിക്കയിൽ നിന്ന് ഇവിടം വരെ വരപ്പോഴത്തേക്ക് 7 ലക്ഷം രൂപ ആവും, നമുക്കൊരു 5 ലക്ഷം രൂപ അങ്ങ് അയച്ചു കൊടുത്താൽ പോരെ, അത്രയും ലാഭമല്ലേ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് തോന്നി ശരിയാ, അങ്ങനെ അവിടെ വരെ പോയിട്ടൊന്നും ചെയ്യാനില്ലല്ലോ, ഒന്നും ചെയ്യാനില്ലാത്തൊരു അവസ്ഥയില്ല. അദ്ദേഹത്തിനെ കാണുക, നമ്മുടെ മകൻ്റെ സാമീപ്യം തന്നെയാണ് ഏറ്റവും വലിയ അടുപ്പം, അല്ലേ? അപ്പം അയാൾ പിന്നെയും 3-4 ദിവസം അവിടെ ഇരുന്നു. അപ്പോൾ വീണ്ടും അച്ഛന് അസുഖം കൂടി. അപ്പോഴത്തേക്ക് ഇയാൾക്ക് ഇരിക്കപ്പുറതിയില്ല, ഇയാൾ ഇരട്ടി ടിക്കറ്റ് പൈസ കൊടുത്തിട്ട് വന്നു. അങ്ങനെ ഇരിക്കപ്പുറത്തില്ലാത്തൊരു ഗ്രൂപ്പും തിരിച്ചു പോകുന്നൊരു ഗ്രൂപ്പും, രണ്ടും വിദേശത്ത്. നമുക്കൊക്കെ പലപ്പോഴും പല നാടുകളിലേക്ക് ചേക്കേറേണ്ടി വരും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട്. പക്ഷേ ഈ 2 ഗ്രൂപ്പും നമ്മൾ ഒരേ ഒരു വ്യത്യാസം മനസ്സിലാക്കി. എന്താണെന്ന് വെച്ചാൽ, ആ കിടക്കുന്ന ആളില്ലേ, അസുഖമായി കിടക്കുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അമ്മയും നോക്കുന്ന ഈ മക്കൾ കണ്ടിട്ടുള്ളവനാണ് ഇരിക്കപ്പുറതി ഇല്ലാത്തവൻ വന്നത്. ഇരിക്കപ്പുറതി ഉള്ളവന് അത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ പാലിയേറ്റീവ് രോഗിയായിട്ട് വരുന്ന കെയർ ഗീവർ കൂടെ ഉള്ളവരടുത്ത് പറയും, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ മക്കൾ കാണണം. സമുദ്രതീരം PRO ശശിധരൻ പിള്ള ചടങ്ങിൽ നന്ദി അറിയിച്ചു. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിച്ച ശ്രീകണ്ഠൻ നായർക്കും നമ്മുടെ യാദവ് ഡോക്ടർക്കും മാമ്പള്ളി രഘുനാഥൻ സാറിനും ക്ലാസ് നയിച്ച സാറിന് ഒന്നുകൂടി കൃതജ്ഞത പറയുന്നു. ബാക്കി റുവൽ സിംഗ് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും കൃതജ്ഞത പറയുന്നു.